ആൻഡ് ഇന്നത്തെ എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലി ജഡ്ജിനെ സ്വാഗതം ചെയ്യുന്നു. ലെറ്റ്സ് വെൽക്കം മിയ. ഫാമിലി വെഡിങ് സെന്റർ പ്രസന്റ് സൂപ്പർ ഫാമിലിയുടെ സിഗ്നേച്ചർ റൗണ്ടിൽ ഇന്ന് നമുക്ക് മുന്നിൽ പെർഫോം ചെയ്യാൻ എത്തുന്നത് ടീം സിഫ്നൂർ ആണ്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ടീം സിഫ്നൂർ. നമ്മൾ ഇന്നിപ്പോ ഇവിടെ പാടാൻ പോകുന്നത് നമ്മൾ തന്നെ പാടിയിട്ടുള്ള ഒരു പാട്ടാണ്. എഴുതിയത് ഒരു മരണപ്പെട്ട ഒരാള് എഴുതിയാണ്. അപ്പൊ നമ്മളത് റീക്രിയേറ്റ് ചെയ്ത് പുതുതായിട്ട് പാടിയതാണ്. അപ്പൊ ആ രീതിയിലുള്ള ഒരു പാട്ടാണ്. അപ്പൊ നമുക്കൊരു എന്താ പറയാ, ഒരു മനുഷ്യന് കൈയുണ്ട്, കാലുണ്ട്, തലയുണ്ട്, ബുദ്ധിയുണ്ട്. അപ്പൊ അതൊക്കെ ഉണ്ടായിട്ടും നമ്മൾ അതൊക്കെ കൊണ്ട് എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു ആ ഒരു രീതിയിലേക്ക് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുക്കാണ്. ആ രീതിയിലുള്ളൊരു പാട്ടാണ്. ശരി, അപ്പൊ എന്തായാലും അതൊരു വെറൈറ്റി സോങ് ആണ്, അത് കേൾക്കാം. അപരാധം പറയുന്ന നാവെന്തിനാ, അഹങ്കാരം കരുതുന്ന കൽബെന്തിന, നമ്മുടെ കൽബെന്തിന. ഉപകാരം ചെയ്യാത്ത ആളെന്തിനാ, ഉപദ്രവം ചെയ്യുവാൻ പോണതെന്തിനാ. അപരാധം പറയുന്ന നാവെന്തിനാ, അഹങ്കാരം കരുതുന്ന കൽബെന്തിന, നമ്മുടെ കൽബെന്തിന. വിശപ്പെന്തെന്നറിയാത്ത വയറെന്തിനാ, വിഷമങ്ങളറിയാത്ത സുഹൃത്തെന്തിന, നമ്മുടെ സുഹൃത്തെന്തിന. ഉപകാരം ചെയ്യാത്ത ആളെന്തിനാ, ഉപദ്രവം ചെയ്യുവാൻ പോണതെന്തിനാ. അപരാധം പറയുന്ന നാവെന്തിനാ, അഹങ്കാരം കരുതുന്ന കൽബെന്തിന, നമ്മുടെ കൽബെന്തിന. വകതിരിവില്ലാത്ത തലയെന്തിനാ, വഴിതെറ്റി നടക്കുന്ന കാലെന്തിനാ. വകതിരിവില്ലാത്ത തലയെന്തിനാ, വഴിതെറ്റി നടക്കുന്ന കാലെന്തിനാ. കണ്ടാലറിയാത്ത കണ്ണെന്തിനാ, കണ്ടത് തിരിയാത്ത അറിവെന്തിനാ, നമ്മുടെ അറിവെന്തിനാ. ഉപകാരം ചെയ്യാത്ത ആളെന്തിനാ, ഉപദ്രവം ചെയ്യുവാൻ പോണതെന്തിനാ. അപരാധം പറയുന്ന നാവെന്തിനാ, അഹങ്കാരം കരുതുന്ന കൽബെന്തിന, നമ്മുടെ കൽബെന്തിന. ഉപകാരം ചെയ്യാത്ത ആളെന്തിനാ, ഉപദ്രവം ചെയ്യുവാൻ പോണതെന്തിനാ. അപരാധം പറയുന്ന നാവെന്തിനാ, അഹങ്കാരം കരുതുന്ന കൽബെന്തിന, നമ്മുടെ കൽബെന്തിന. നൈസ് ടീം സിഫ്നൂർ. നിങ്ങളുടേതായിട്ടൊരു പാട്ട്, അത് കേൾക്കാനും നല്ല രസമുള്ള പാട്ടല്ലേ. വരികളൊക്കെ മനസ്സിലിങ്ങനെ ഒരു തങ്ങുന്ന വരികളാണ്. വളരെ എല്ലാവർക്കും മനസ്സിലാവുന്നത്. ഇത് മനസ്സിലാക്കിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടോ ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ടുള്ള വാക്കുകൾ വെച്ചിട്ട് എല്ലാവർക്കും പെട്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്ന ഒരു പാട്ട്. അത് നിങ്ങളുടെ സ്വന്തം പാട്ട്. അപ്പം നല്ല പാട്ട്. അത് സോങ് സെലക്ഷന്റെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. നല്ലൊരു സോങ് തന്നെയാണ് എടുത്ത് പാടിയത്. ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു, ഉപകാരം ചെയ്യണം, അങ്ങനെ ഉപകാരം ഒക്കെ ചെയ്യാതെ നടന്നിട്ട് എന്താ കാര്യം എന്നുള്ളതാണ്. ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കണം എന്നുള്ളൊരു മോറൽ ആണ് നിങ്ങൾ കൊടുത്തത്. നൈസായിട്ട് പാടി. അപ്പൊ ഇനി നിങ്ങൾക്ക് അടുത്ത ഒരു റൗണ്ടും കൂടി ഉണ്ട്. ആ റൗണ്ടിൽ നിങ്ങളുടെ പെർഫോമൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്. കാണാം.